ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ വന്നിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എലമെൻ്റ് എന്നുള്ളതിൽ വന്നിട്ട് എനിക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ സെർച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എലമെൻസും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരു എലമെൻ്റ് ആഡ് ചെയ്തു. ഇനി നമുക്കിതേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലും കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്റ്റിനെ ഞാൻ ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്താം. ഞാനിതിൻ്റെ കളർ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഈ ഒരു ടെക്സ്റ്റിന് ഞാനൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ കാണാൻ പറ്റുന്ന ഈ ഒരു ഷേപ്പ് അതാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പുതിയൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും സെലക്ട് ഓൾ കൊടുക്കണം. അതായത് സെലക്ട് ചെയ്യണം. നമ്മൾ കളർ ചേഞ്ച് ചെയ്യേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്യണം. എന്നാൽ അത് ചേഞ്ച് ആവുള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കുക. ജസ്റ്റ് മൗസ് ആയിട്ട് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഗ്രൂപ്പ് എന്നുള്ള കൊടുക്കുക. ചേഞ്ച് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ അടുത്തൊരു എലമെൻ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഈ ഒരു ടൊമാറ്റോ എന്ന് പറഞ്ഞ ഈ ഒരു എലമെൻറ്റിന് കുറച്ച് ചേഞ്ചസുകൾ വരുത്താൻ വേണ്ടിയിട്ട് എഡിറ്റ് ഇമേജ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ ആഡ് ചെയ്തതിന് ശേഷം ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഈ ഇൻറ്റൻസിറ്റി കുറച്ച് കൂട്ടി കൊടുക്കാം. ഒരു 35 കൊടുത്താൽ മതി. ഓക്കെ. ഇനി അതേപോലെ തന്നെ വേറെ എലമെൻറ്റും കൂടെ എടുക്കണം. ഗ്രാഫിക്സിൽ വരിക. എന്നിട്ട് ഇതിന് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫിൽറ്റർ ആഡ് ചെയ്യുക. ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഞാനിനി പോസ്റ്ററിലേക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഹോം ഡെലിവറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെലിവറി എന്ന് പറഞ്ഞുള്ള ഒരു എലമെൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോണ്ട് ആഡ് ചെയ്യാണ്. ഒന്ന് ഹെഡിങ് ഒന്ന് ബോൾഡ് ആക്കിയിട്ട് ഒന്ന് ട്രാൻസ്പെറൻസി കുറച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു പേജ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ഞാൻ ആദ്യം എങ്ങനെയാണോ എനിക്ക് വരേണ്ടത് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ഇത് ആ പേജിലേക്ക് നമ്മുടെ പോസ്റ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ്സിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ നമുക്കത് മനസ്സിലാവാത്തത് ഞാൻ വളരെ ട്രാൻസ്പെറൻസി കുറച്ചിട്ടതുകൊണ്ടാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്ന് വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ ഈ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോർ എന്നുള്ളത്. അത് ലെയറിൽ വന്നിട്ട് ഷോ ലെയേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോണ്ട് ഏറ്റവും ടോപ്പിലാണുള്ളത്. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലേക്ക് കൊണ്ടിടാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. അപ്പം എന്തായി, ഇപ്പോൾ ഈ ഒരു എലമെൻറ്റ് താഴേക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ മുകളിലേക്കും താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പൊസിഷനിൽ ഇവിടെ നിങ്ങൾ അറേഞ്ച് ഇതിനെ ഫോർവേഡ് ഫ്രണ്ട് എന്നുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പം ഇനി നിങ്ങൾക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സൈഡിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ലോഗോ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള പോസ്റ്ററിൽ യൂസ് ചെയ്ത ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോഴും കൊടുക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പോസ്റ്റർ ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് വരാം. ഓക്കെ, പോസ്റ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് ഫയൽ ടൈപ്പാണ് വേണ്ടത്, PNG ആണെങ്കിൽ PNG എടുക്കാം, അല്ലെങ്കിൽ JPG ആണെങ്കിൽ JPG എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ സൈസ് എന്നുള്ളത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടും. ഇത് പ്രൊവേർഷ്യൽ മാത്രമാണ് കിട്ടുക. പിന്നീട് നിങ്ങൾ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫയൽ തന്നെ ഡൗൺലോഡായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.